ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടു. നീ നിന്റെ ഭവനത്തിൽ നീ അഭിഷേകം ചെയ്യപ്പെട്ടെന്ന് പറയുമ്പോൾ നീ ഒരു സ്റ്റോറി വിളിച്ചു പറയുകയാണ്. പിശാചിന്റെ തലയെ തകർത്ത് ജയമെടുത്തെന്നാ പറയുന്നത്. ദൈവത്തെ സ്തുതിച്ചോട്ടെ. കാരണം കാൽവരി ക്രൂശിൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന. രണ്ട് കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്യുന്നത് എന്തിനാ? യേശു പറഞ്ഞു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ദൈവത്തെ സ്തുതിച്ച്. കർത്താവ് വേറെ ഒന്നും പറഞ്ഞില്ല. എന്റെ മേൽ ആത്മാവ് വന്ന വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാനല്ല. എന്റെ മേൽ ആത്മാവ് വന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു പോകാനല്ല. എന്റെ മേൽ ആത്മാവ് വന്നത് ആമേൻ ബന്ധനങ്ങളെ അഴിപ്പാൻ, കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, ബന്ധനസ്ഥരെ വിടുവിക്കാൻ, കുണ്ടറയിൽ കിടക്കുന്ന ചിലരെ പുറത്തു കൊണ്ടുവരാൻ.